കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ ആംപിറ്റ്സിൽ ഇതുപോലെ കറുപ്പ് നിറം ഉണ്ടായിട്ട് നിങ്ങൾ അതിന് ഡീപിഗ്മെൻറ്റിംഗ് ക്രീംസോ അല്ലെങ്കിൽ തേച്ചുരുമി കുളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഈ കറുപ്പ് നിറം പോവാറില്ല. അപ്പോൾ ഇത് പോകാനുള്ള 5 വഴികളാണെന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഈ അസുഖം എന്താണെന്ന് മനസ്സിലാക്കുക വേണ്ടത്. ഇത് കഴുത്തിന് ചുറ്റും മാത്രമല്ല മറ്റുള്ള മടക്കുകളിലും തൊലി കട്ടി വെച്ചിട്ടുണ്ടാകുന്ന ഒരു കറുപ്പ് നിറമാണ്. ഇതിനെയാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഈ സ്കിന്നിൻ്റെ മാത്രം ഒരു ഇഷ്യൂ അല്ല, നിങ്ങളുടെ ബോഡി അൺഹെൽത്തി ആവുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. രണ്ടാമത്തേത് സെൽഫ് അസസ്മെൻ്റ് ആണ്. ഇതിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആയിട്ടുണ്ടോ, അതായത് മുമ്പത്തേക്കാൾ നിങ്ങൾക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി സ്ത്രീകളാണെങ്കിൽ അവർക്ക് PCOSൻ്റെ ഫീച്ചേഴ്സായ ഇറഗുലർ പീരീഡ്സോ എക്സസീവ് ഫേഷ്യൽ ഹെയറോ അല്ലെങ്കിൽ ആക്നെ പോലത്തെ ലീഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ചില ആളുകളിൽ തൈറോയ്ഡ് കണ്ടീഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ഡിസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഹോർമോണൽ പിൽസ് എടുക്കുന്ന ആളുകൾക്ക് ഇതുപോലെ കാണാറുണ്ട്. തേർഡ് പോയിന്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ഇതിൽ എക്സസൈസും വരുന്നുണ്ട്, ഡയറ്റും വരുന്നുണ്ട്. ഡയറ്റിൽ വരുന്നത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ഫുഡ്സ് ലിമിറ്റ് ചെയ്യുക, ഷുഗറും ജങ്ക് ഫുഡ്സും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. എക്സസൈസ് നിങ്ങൾ വീക്ക്ലി ഒരു 200 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് റിഡക്ഷൻ എക്സസൈസുകൾ ചെയ്തിരിക്കണം. ഫോർത്ത് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്യൂ അനുസരിച്ച് നിങ്ങൾ സ്പെഷ്യലിസ്റ്റിനെ കാണുക. അതിൽ നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെയാണ് പ്രോബ്ലം എങ്കിൽ നിങ്ങൾ ജനറൽ ഫിസിഷ്യനെ കാണുക. PCOS പോലത്തെ ഫീച്ചേഴ്സ് ആണെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണുക. ആൻഡ് സ്കിന്നിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ കറുപ്പാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവർ അഡ്വൈസ് ചെയ്യുന്ന പോലത്തെ ക്രീംസുകൾ യൂസ് ചെയ്യുക. ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോടൊപ്പം തന്നെ ഡീപിഗ്മെൻറ്റിംഗ് ക്രീംസ് എല്ലാം ഇട്ടു, എന്നിട്ട് നിങ്ങൾക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലിനിക് പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള കെമിക്കൽ പീൽസോ അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റോ സീരിയസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർന്നാലാണ് ഇതിനുള്ള കംപ്ലീറ്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് പിന്നെയും വരുന്നതാണ്.